ചിരിക്കുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ ഒന്നാമതുണ്ടാകുന്നത് താങ്ങാൻ വയ്യാത്ത വേദനയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട്, എനിക്കറിയാം. അനേകർ ഹൃദയത്തിൻ്റെ അകത്തു വേദന കടിച്ചു പിടിച്ച് ചിരിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ണിൽ നിന്ന് കൂടെ കണ്ണുനീരല്ല, ചുടു രക്തം ഒഴുകി വരുന്നത് പോലെ മനസ്സിനകത്ത് കഠിനമായ വേദനയും കൊണ്ട് നടക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ ലൈഫിൽ അവർക്ക് പുറത്തോട്ടൊന്ന് പറയാൻ ആരുമില്ല. ആരോടും ഇതൊന്ന് പങ്കുവെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരോട് പറയുമെന്ന് പറഞ്ഞ് ജീവിതത്തിലെല്ലാം മനസ്സിനകത്ത് കടിച്ചൊതുക്കി ഒരു അഗ്നിപർവ്വതം പുകയുന്നത് പോലെ നിൽക്കുന്ന അനേകർ എന്നെ കേൾക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോടാണ് ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് സംസാരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര കഠിനമായ വിഷയമായിക്കോട്ടെ, എത്ര വലിയ പ്രതിസന്ധി ആയിക്കോട്ടെ, അതിന് പരിഹാരമുണ്ട്. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന് പകരമായി ഞാൻ നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, അല്പസമയം നിങ്ങൾ സർവശക്തനായ ദൈവത്തിൻ്റെ മുന്നിൽ മുട്ടുമടക്കാൻ റെഡിയാണോ? നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. നിങ്ങളുടെ ഭാരം ചുമക്കാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല സുഹൃത്തുക്കളെ. ഭാര്യയ്ക്ക് നിങ്ങളുടെ ഭാരം ചുമക്കാൻ കഴിയത്തില്ല. ഭർത്താവിന് നിങ്ങളുടെ ഭാരം ചുമക്കാൻ കഴിയത്തില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ ഭാരം ചുമക്കുമെന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ ഭാരം എത്ര ലഘുവാണെങ്കിലും കഠിനമാണെങ്കിലും ഇവരൊന്നും അതിനു വേണ്ടി സമയം കണ്ടെത്തുകയില്ല. പക്ഷേ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വാ, നിങ്ങളുടെ ഭാരം ഞാൻ ചുമക്കാമെന്നാ പറഞ്ഞ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതം വിലയുള്ള ജീവിതമാണ്. നിങ്ങളുടെ ജീവിതം യേശുവിന് വേണം.